ആക്ച്വലി ഇന്ന് ഓം പ്രകാശ് ആണ് ഈ ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്യേണ്ടത്. എനിക്ക് നിങ്ങളെല്ലാം കാണാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യം. നല്ലൊരു കയ്യടി നിങ്ങൾ കാരണം വിജയത്തിന്റെ ഏറ്റവും വലിയ മന്ത്ര എന്ന് പറയുന്നത് വിജയിക്കാൻ നമ്മളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു തീരുമാനമാണ് നമ്മൾ വിജയിക്കണം എന്നുള്ള ഒരു തീരുമാനം. അതെടുത്താൽ തന്നെ നമ്മുടെ 50% കാര്യങ്ങളെല്ലാം ആയി. ഇവിടെ എന്നെ ഷിജിൻ വളരെ മനോഹരമായി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ചൊക്കെ സത്യമാണ്, എല്ലാം സത്യമാണ്. എന്നാലും ഈ കമ്പനിയുടെ ആദ്യത്തെ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്ന പദവിയിലേക്ക് എത്താൻ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ടും ഇതുപോലത്തെ എനർജറ്റിക് ആയ വലിയൊരു കൂട്ടം ഓൾ ഇന്ത്യയിലെത്തുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. മാജിക് ഒന്നുമില്ല. എനിക്കിനി ഒരുപാട് ദീർഘിപ്പിക്കാനില്ല. കാരണം ഇവിടെ ഓരോ ആളുകളും നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിച്ചു, കോമ്പൻസേഷൻ പ്ലാൻ കേട്ടു, പ്രോഡക്ട്സ് നിങ്ങൾ കണ്ടു. ഏകദേശം ഇവിടുന്ന് മാത്രം 51 പേര് മലേഷ്യയിലേക്ക് നാളെ ഫ്ലൈ ചെയ്യുകയാണ്. ഈ കൊച്ചി ഈ ഭാഗത്ത് നിന്ന്. അതിലെനിക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് നാളെ വൈകുന്നേരം പോകുന്ന എയർ ഏഷ്യയിലെ കംപ്ലീറ്റ് സീറ്റും ഇൻഡസ്ട്രിയുടെ സീറ്റാണ്. അതെന്നെ ഭയങ്കര അതിശയിപ്പിക്കുന്നതാണ്. അതിനേക്കാൾ ഉപരി എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് എന്റെ പാസ്പോർട്ടിൽ ഒരു സീല് വന്നത് 27ാമത്തെ വയസ്സിലാണ്, ഫസ്റ്റ് ടൈം. പക്ഷേ ഞാൻ അതൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് 27ാമത്തെ വയസ്സിൽ ഞാൻ ഒരു വിദേശ രാജ്യം പോയത്. ഇവിടെ ഞാൻ എമിൽ ബെൻസനെ പോലത്തെ ഒരു പയ്യനെ കണ്ടു. 18ാമത്തെ വയസ്സിൽ 3ാമത്തെ യാത്ര പോകുന്നു. വേറെ അനന്ത് എന്ന് പറയുന്ന ഒരു കുട്ടിയെ കണ്ടു. ഒരുപാട് 18കാരും 20 വയസ്സുകാരൊക്കെ അവരുടെ 2ാമത്തെയും 3ാമത്തെയും വിദേശ രാജ്യമാണ് പോകുന്നത്. എനിക്ക് വളരെ അഭിമാനം നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ, ഈ മലയാളികളുടെ മുന്നിൽ നിൽക്കുമ്പോൾ, എന്റെ നാട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ, മലപ്പുറത്താണെന്ന് ഷിജിൻ എന്നോട് പറഞ്ഞു. ഞാൻ ഐ എം സെറ്റിൽഡ് ഇൻ കൊച്ചിനുള്ളിൽ, ഞാൻ ഇവിടെ ചോയ്സിലാണ് താമസിക്കുന്നത്. അപ്പോ എനിക്ക് നാളത്തെ അഭിമാനം വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും. നാളെ പോകുന്ന 2000 പേരിൽ 1000 പേര് എന്റെ ഓർഗനൈസേഷനിൽ നിന്നാണ്. ഇതുവരെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് കൈയടിച്ചത്. ആദ്യമായി വന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവനെന്തിനാണ് ഞാൻ കൈയടിക്കുന്നത് എന്നൊരു ചിന്ത ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കൊരു കൈയടി തരാം. കാരണം 1000 പേരെ മലേഷ്യയിലേക്ക് കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടോ? ഇല്ല. അപ്പൊ ഇന്ന് മുതൽ പറയാം, എനിക്കൊരു സുഹൃത്തുണ്ട്, അവന്റെ പേരാണ് സുജിത് ഖാൻ. നാളെ 1000 അപ്പൊ ഇവിടെ ആദ്യമായി വന്ന ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. ഫസ്റ്റ് ടൈം വന്ന ആളുകൾ ചിന്തിക്കുന്നു, ആദ്യമായിട്ട് നിനക്ക് ഒരു ലക്ക് കിട്ടിയതാണോ, ചക്ക ഇട്ടപ്പോ മുഴലാണോ വീട് എന്നൊരു ചിന്ത ഉണ്ടാവും. അല്ല, ഇതിന്റെ മുന്നേ 1500 അല്ല 2500 പേരെ വിദേശത്തേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാനെന്താണിപ്പോ ആസാമിൽ പോയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അവരെല്ലാരും കൂടി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് ഞാൻ പങ്കുവെച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് മാത്രമേ സംസാരിക്കാം. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കഴിഞ്ഞ 10 വർഷം മുന്നേ വരുമ്പോ, 10 വർഷം, ഇത് എന്റെ 13ാമത്തെ വർഷമാണ്. 10 വർഷങ്ങൾക്ക് മുന്നേ വരുമ്പോ കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്ന പോലത്തെ ആഗ്രഹങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. നല്ല വീട് വാങ്ങണം, നല്ല കാർ മേടിക്കണം, അതല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് നല്ല ബെസ്റ്റ്, എന്റെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. എല്ലാം ഒരു ചെറുപ്പക്കാരൻ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ 10 ഇയേഴ്സ് ബാക്ക് ചിന്തിച്ചു നോക്കൂ. എക്സാക്ട്ലി 10-12 വർഷങ്ങൾക്ക് മുന്നേ മാസം ഒരു 50,000 രൂപ എങ്ങനെ സമ്പാദിക്കും എന്നുള്ളതിനെ കുറിച്ച് കൺസേൺ ആയിരുന്നു ഞാൻ. സീരിയസ്ലി എങ്ങനെ എനിക്ക് ഉണ്ടാക്കണം എന്നറിയില്ല. കാരണം ഞാൻ ജനിച്ചത് വളർന്നതുമെല്ലാം നിലമ്പൂരിനടുത്ത് ഒരു വില്ലേജ് ആണ്, എടക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത് വളർന്നതെല്ലാം. അവിടെ ഒരു 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വഴിക്കടവ് ചുരം ഊട്ടിയിലേക്ക് പോകുന്ന ആ റൂട്ട്. അപ്പൊ എനിക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും ഹിൽ സ്റ്റേഷൻ ആണ് ഞങ്ങൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കാണുന്നത്. വലിയ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. ഇവിടെ കൊച്ചിയിൽ അങ്ങനെയല്ല. കൊച്ചിയിൽ ഒരു ചെറുപ്പക്കാരൻ രാവിലെ എണീറ്റ് നമ്മള് വൈറ്റിലിൽ നിന്ന് നമ്മുടെ എടപ്പള്ളി വരെ യാത്ര ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് മോട്ടിവേറ്റഡ് ആവും. കാരണം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാറുകളും, പോർഷയുടെ ഷോറൂമും ലെക്സസിന്റെ ഷോറൂമും, വലിയ വലിയ ബിൽഡിങ്ങും, വലിയ വലിയ മോളുകളും. ഇപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ വളർത്തുന്നത്. എനിക്ക് അങ്ങനെ വളരാൻ പറ്റിയിട്ടില്ല. ഞാൻ എങ്ങനെയെങ്കിലും ലൈഫിൽ എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ള വലിയ ചിന്തകളുമായിട്ട് നടക്കുമ്പോഴാണ് എനിക്ക് ഈ അവസരം കിട്ടുന്നത്. ആക്ച്വലി ഇത് കിട്ടുന്നതും ഭയങ്കര ഒരു ത്രില്ലിംഗ് മൊമെന്റ് ആണ്. ഈ കമ്പനിയുടെ സിഇഒ ആണ് എനിക്ക് ഈ അവസരം നേരിട്ട് തന്നത്. എനിക്ക് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വയനാടുകാരനായിരുന്നു. അദ്ദേഹം സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ. എനിക്ക് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം എന്നെ ബാംഗ്ലൂരിലേക്ക് വിളിച്ചതിന് ശേഷം എന്നോട് ഈ പ്രോജക്റ്റ് പറയാണ്. അതിന്റെ മുന്നേ എന്റെ അവസ്ഥ എന്ന് പറയുന്നത്